ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് അതിലോട്ട് ഞാനിതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2-3 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി ഒരു പൊട്ട് കേട്ടോ. അതേമേക്ക് വെളുത്തുള്ളി തന്നെ 1-2 ഇല്ലി എടുത്തുങ്ങാണ്ട് അതും ചതച്ചുങ്ങാണ്ട് ഒരു തക്കാളി, വലിയൊരു തക്കാളി എടുത്തുങ്ങാണ്ട് അതുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുക്കറിൽ ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വിസിലടിപ്പിച്ചിട്ടോ. അത് രണ്ട് വിസിലടിച്ചു. അത് വാങ്ങി വെച്ചതിന് ശേഷം വിസിലൊക്കെ പോയതിൻ്റെ ശേഷം ആ വെജിറ്റബിൾ ഇല്ലാതെ ഒന്നിട്ടിട്ട് ഒരു തള തിളക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു പട്ട ഇടാം കേട്ടോ. ഒരു ചെറിയൊരു പട്ടഗ്രാമ്പു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, ബിരിയാണിയിലൊക്കെ ഇടൂലേ, ആ മരത്തിൻ്റെ. അത് ചെറിയൊരു പീസ് ഇടുക കേട്ടോ. ഹോട്ടൽ സ്റ്റൈലായിരിക്കും ആ ഒരു സ്മെല്ല് കേട്ടോ. അതും ഗരം മസാല ഒഴിച്ചാലാണ് കറിക്ക് വേറെ ഹോട്ടൽ ടേസ്റ്റ് നമുക്ക് കിട്ടാറുള്ളത്. ഈ ഐഡിയ നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ. അങ്ങനെ ചട്ടി ചൂടായി, എണ്ണ ചൂടായിട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേമാതിരി വെല്ലുള്ളിയും പച്ചമുളകും ആ എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വണക്കുക കേട്ടോ. വണക്കാന്നറിയില്ല, വാട്ടിയതിന് ശേഷമാണ് ബാക്കി പരിപാടി കേട്ടോ. പക്ഷേ അത് ആ പച്ചമണം നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു പച്ചമണം അടിക്കും, നമുക്ക് മുളകിൻ്റെ ഒക്കെ ചൊയ വരും. അത് കാരണമാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് അതിനൊന്ന് വാട്ടണമെങ്കിൽ ഉപ്പിടണം കേട്ടോ. ഉപ്പ് കുറച്ചിട്ടാൽ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് വാട്ടി എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പട്ടിയൊക്കെ നല്ല വാടിയിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ഈ തക്കാളിനെ ഇടാം കേട്ടോ. 2 തക്കാളി, ഒരു തക്കാളി വലുതാണെന്ന് വെച്ചാൽ 1, ഇല്ലെങ്കിൽ 2 കേട്ടോ. ഞാൻ 2 എടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളാണ് കേട്ടോ ഈ കറി. നല്ല ഹോട്ടൽ സ്റ്റൈലിൽ നമ്മൾ വീട്ടിലൊക്കെ വിരുന്നുകാർ വരുമ്പോൾ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റംസാണ്. നമുക്ക് ബീഫൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നിപ്പോൾ ബീഫ് കറി വെക്കും ഇതിന് വരുമ്പോൾ. നല്ലോണം വാടിട്ടോ. ഈ തക്കാളി വാടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 1 സ്പൂണ് ഗരം മസാല ഇടുക കേട്ടോ. 1 സ്പൂണെന്ന് പറഞ്ഞാൽ ഇത് ചെറിയ സ്പൂണാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു 3 ഇട്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി, ഇത്ര മതി കേട്ടോ. കുരുമുളക് പൊടി, ഗരം മസാല മാത്രം മതി. പിന്നെ മഞ്ഞൾപ്പൊടി കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. ഗ്രീൻ പീസും ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അതിൽ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ. അതിലിട്ടിട്ട് കാരണം മഞ്ഞൾപ്പൊടി വേണ്ട. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലോണം പച്ചമുളകൊക്കെ ഒന്ന് പോയി ഈ വേവിച്ച് വെച്ച ഗ്രീൻ പീസും വെജിറ്റബിളും ഒക്കെ പാടെ ഇതിലേക്ക് കൊട്ടുക കേട്ടോ. എന്നിട്ടൊന്ന് അപ്പം നമ്മൾ ഗ്രീൻ പീസ് കറി ഇത്രയേ ഉള്ളൂ. ഇനി തേങ്ങ ഉണ്ട്. തേങ്ങ കുറച്ച് വലിയ ജീരകം, ഒരു 2 മണി ചെറിയ ജീരകം ഇട്ട് മിക്സിയിലിട്ട് അടിച്ച തേങ്ങ ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ അതും കൂടി ഇതൊന്ന് തിളക്കണം കേട്ടോ. നന്നായിട്ട് തിളക്കണം. അപ്പോൾ എൻ്റെ ഗ്രീൻ പീസ് കറി ഇങ്ങനെയൊക്കെയാണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എനിക്കും അങ്ങനെ തന്നെ കാട്ടാറ് കേട്ടോ. ഉരുളക്കിഴങ്ങ് അതിലിടും. ഇട്ടിട്ട് കുറുക്കം കിട്ടാനായിട്ട് ആ ഉരുളക്കിഴങ്ങിനെ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് അതിനെ കൊല്ലും കേട്ടോ. വേണ്ടോ ചമ്മന്തി ആയില്ലേ. അപ്പോൾ എൻ്റെ കറി ആയി. അത് ഇത് ഉരുളക്കിഴങ്ങിന്, എന്നാലും ഉരുളക്കിഴങ്ങിനെ കൊന്നിട്ടില്ലെങ്കിലും കറി കുറുക്കണ്ട് കേട്ടോ. കണ്ടോ, സെറ്റായിട്ടുണ്ട് കേട്ടോ. സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് നമുക്ക് തേങ്ങ ഒഴിക്കാം. തിളക്കൊന്നും വേണ്ട, ഒരേ ഒരു തള. കണ്ടോ, ഇതാണ് നമ്മൾ കടയിൽ വെക്കുന്ന ഗ്രീൻ പീസ് കറി കേട്ടോ. ഉപ്പുണ്ടോ നോക്കട്ടെ. എനിക്ക് അടിക്കടിക്ക് ഉപ്പുണ്ടോ നോക്കണം, എന്നാലും ഒരു മനസ്സമാധാനമുള്ളൂ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എന്താണെന്നറിയില്ല, വീഡിയോസ് എടുക്കാന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ്. അത് തിളച്ച് വരുന്ന നേരത്തെ മല്ലിയില കേട്ടോ, മല്ലിച്ചപ്പ് പറയും.
നല്ല ചൂടില്ല ചായയും 2 ചപ്പാത്തി അങ്ങനെ ചൂടില്ല ചായയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത തട്ടാനില്ല ഞാൻ റെഡിയാക്കാൻ കേട്ടോ. അപ്പം ഇന്ന് ചിക്കനും മട്ടനും ഒന്നുമില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ മീൻ ഉണ്ട് നിലത്തിരിക്കണം. ഏതായാലും മീൻ മേടിക്കാൻ പറ്റില്ല കേട്ടോ, മണലല്ലേ മോൾക്ക്. അപ്പം അങ്ങനെ അതും കഴിച്ചു അങ്ങനെ ഇരിക്കുന്നത്. ആ മഴ രാവിലെ തൊട്ടിട്ട് ഇതേ മഴ തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ മഴയും കൊണ്ട് മോൻ അങ്ങനെ മഴയത്ത് കളിക്കുന്നു. ഭയങ്കര പനിയാണ് മോനക്ക്. ഭയങ്കര മഴ ഇഷ്ടമാണ്, അതിൻ്റെ ഒരു ആഘോഷമാണ് കേട്ടോ. മഴ കണ്ടാൽ ഓടിത്തുള്ളും, വെള്ളം കണ്ടാൽ നിൽക്കും കുതിരാന്ന് പറഞ്ഞ മാതിരിയാണ് മഴ കണ്ടാൽ കേട്ടോ. ഞങ്ങൾ വേറെ ലെവലാ. അപ്പോൾ ഈ ചാറ്റൽ മഴൻ്റെ ഇടയിൽ നമുക്ക് പഴംപൊരി കഴിച്ചിട്ട് ചായ കുടിക്കാം അല്ലേ? പിന്നെ നിങ്ങൾ വിശേഷമൊക്കെ എന്താ ചോദിക്ക്. സ്വത്തുവിന് ഇഷ്ടമാണ് എല്ലാവർക്കും. അങ്ങനെ അവനെ അവിടുന്ന് ഓടിയങ്ങാണ്ട് മഴയത്ത് പോയി കളിച്ചങ്ങാണ്ട് വന്നിട്ട് അപ്പോഴേക്കും ഞാൻ പഴംപൊരിയൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ ഈ മഴ കൊണ്ടുവന്ന കാരണം അവനക്ക് പനി പിടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വേഗം പൈപ്പിൽ പോയി അവനെ കുളിപ്പിച്ചിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോൾ അവനക്ക് ചായ കുടിക്കട്ടെ കേട്ടോ. മഴ കൊണ്ട് വന്നിട്ടുള്ള ചായ കൂടിയാണ്. അത് കഴിഞ്ഞ് ഞാനൊരു പഴംപൊരിയും ചായയും കഴിച്ചു കേട്ടോ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബീഫില്ലാത്തതിന് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാ സപ്പോർട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.